നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമൻറ്റ് വഴി ധാരാളം പേര് ആവശ്യപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കമൻസിലും അല്ലാതെ ഇൻസ്റ്റയിലുമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെയും ഫുൾ വീഡിയോയും കണ്ടു നോക്കുക. എന്നിട്ട് അതുപോലെയുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് നമുക്ക് പോകാം. വലിയ വീഡിയോസോ ആ വീഡിയോസിലോട്ട് വ്യൂസോ ഒക്കെ വരാത്തൊരു സമയമായിരിക്കും. അപ്പം എല്ലാവർക്കും വന്നിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ടുള്ള 4000 വാച്ച് അവേഴ്സും 1000 സബ്ബും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വാച്ച് അവേഴ്സും സബ്ബും ഒക്കെ വളരെ കുറഞ്ഞ അളവിലായിരിക്കും ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കി തരുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത്. മാത്രമല്ല ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് ഏർണിങ്സ് മാസമൊക്കെ ലഭിക്കുമ്പോഴേക്കും റവന്യൂ കിട്ടുമ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് കുറച്ച് ക്യാഷ് ആദ്യമേ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ച് യൂട്യൂബിൽ നിന്നും ക്യാഷ് വരാൻ തുടങ്ങുമല്ലോ എന്ന് എല്ലാവരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പണം കൊടുത്തിട്ട് മോണിറ്റൈസ് ചെയ്താൽ ശരി, മാസം യൂട്യൂബിൽ നിന്നും വരുമാനം വരാൻ തുടങ്ങുമ്പോൾ ഇത് വന്നിട്ടൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല, നമ്മൾക്ക് തിരിച്ചും വരുമാനം യൂട്യൂബിൽ നിന്നും ലഭിക്കുമല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ 4000 വാച്ച് അവറും 1000 സബും പിന്നെ ഷോർട്സ് മാത്രം ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫുൾ മോണിറ്റൈസേഷന് 10 മില്യൺ വ്യൂസും ഹാഫ് മോണിറ്റൈസേഷന് 3 മില്യൺ വ്യൂസുമാണല്ലോ. അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ വ്യൂസൊക്കെ നമുക്ക് ധാരാളം കിട്ടി അത് ഓർഗാനിക്കായിട്ട് വളരുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് വന്നിട്ട് അതൊരു വേറെ സംഭവമാണ്. സാധാരണ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബ് വയ്ക്കുന്ന ഒരു ലിമിറ്റാണ് ഈ 1000 സബ് 4000 വാച്ച് അവർ എന്നുള്ളത്. എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് ഇത് കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചാനൽ മോണി ആകണമെങ്കിൽ 10 സബും ആദ്യത്തെ ഒരു 3 വീഡിയോസും ഒക്കെ ഇട്ടാൽ ചാനൽ മോണിറ്റൈസ് ആകുന്നു എന്ന് യൂട്യൂബ് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു റൂള് വന്നിട്ട് നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മളുടെ ചാനലിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? യൂട്യൂബ് ഈ ക്രൈറ്റീരിയ ഒക്കെ ഒഴിവാക്കി വളരെ ലിബറലൈസ് ഒക്കെ ചെയ്തു റൂൾസ്. എല്ലാവർക്കും ചാനൽ മോണിറ്റൈസേഷൻ ആകാനൊക്കെ തുടങ്ങി. ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി. കാരണം 10 സബും 3 വീഡിയോസും ഒക്കെയാണ് ക്രൈറ്റീരിയ എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ 10 സബ് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും, 3 വീഡിയോസും ഒക്കെ ചെയ്ത് ചാനലും മോണിറ്റൈസ് ആയി. ഇവിടെ കാശൊന്നും കൊടുക്കുന്നുമില്ല. യൂട്യൂബ് അതിൻ്റെ ക്രൈറ്റീരിയ താഴ്ത്തിയത് കൊണ്ട് എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി എന്ന് ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും ഒരു 5-10 പേരൊക്കെ കാണുന്നില്ല, ഒരു 50 പേരെങ്കിലും കാണുന്നു എന്ന് പറഞ്ഞോളൂ. വിചാരിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഡോളേഴ്സൊക്കെ ആയിട്ടായിരിക്കും നമ്മൾക്ക് അഡ്സെൻസിൽ കയറുക. വെറും പൈസ കണക്കിൽ മാത്രമായിരിക്കും. കുറച്ച് വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ വ്യൂസ് വഴി കിട്ടുന്ന റവന്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ റവന്യൂ ഒക്കെ $1 വളരെ താഴെ വരികയുള്ളൂ. കാരണം 10-15 വ്യൂസൊക്കെ അല്ലേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഡോളർ പേയ്മെൻറ്റ് നമുക്ക് കിട്ടേണ്ടി വരുന്ന ആ സമയം തന്നെ ഒരു 2 വർഷമൊക്കെ അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിൻ്റെ ചാനൽ തന്നെ നിർത്തിയിട്ട് പോകേണ്ടി വരും. കാരണം എത്രയും കഷ്ടപ്പെട്ടാലും ഈ $1 കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ചിലവും നമ്മളുടെ എനർജിയും സമയവും ഒക്കെ ചിലവാക്കി നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ടും ഇത്രയും കുറഞ്ഞ വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രയോജനം അതുകൊണ്ട് ലഭിക്കില്ല. പക്ഷേ ഇതേ കാര്യം നമുക്ക് മറിച്ച് ചിന്തിക്കാം. അപ്പം 1000 സബ് 4000 വാച്ച് അവരൊക്കെ ഒരു വർഷത്തിൽ വേണമെന്ന് യൂട്യൂബ് പറയുമ്പോഴേക്കും ആദ്യം 10-20 വ്യൂസൊക്കെ കിട്ടിപ്പോയി. പക്ഷെ കുറേ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കി ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വാച്ച് അവറിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും. ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ കുറച്ച് വീഡിയോസെങ്കിലും ധാരാളം പേരിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വാച്ച് അവേഴ്സും പെട്ടെന്ന് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യുന്നത് നല്ലവണ്ണം ആളുകളൊക്കെ ക്ലിക്ക് ചെയ്ത് അതൊക്കെ വന്ന് കണ്ടു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ വാച്ച് അവേഴ്സും കൂടി മോണിറ്റൈസ് ആയി നമുക്ക് പേയ്മെൻറ്റും വേഗം തന്നെ ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു ക്രിയേറ്റർ വന്നിട്ട്
ഇത് ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസത്തിന് വേണ്ടിയാണ് എല്ലാ ക്രിയേറ്റേഴ്സും കാത്തിരിക്കുന്നത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. പിന്നെ ഈ സിൽവർ പ്ലേ ബട്ടണോ അങ്ങനത്തെ പ്ലേ ബട്ടണൊക്കെ ധാരാളം സബ്സ്ക്രൈബേഴ്സൊക്കെ ചാനലിന് കിട്ടാറുമുണ്ട്. അപ്പോൾ റവന്യൂ കൂടണമെങ്കിൽ ഒരു സബ്സ്ക്രൈബർ ബേസ് തന്നെ ആദ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ലൈവ് വഴിയായിട്ടായിരിക്കാം, നിങ്ങൾ നല്ല കണ്ടൻറ് ഇടുക, ഷോർട്സ് ഇടുക, അങ്ങനെ ഒരു നല്ല സബ്സ്ക്രൈബർ ബേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വ്യൂസൊക്കെ കുറവാണെങ്കിലും പിന്നീട് നിങ്ങളുടെ കണ്ടൻറ്റ് അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും സാവധാനം അത് വ്യൂസ് കയറാൻ തുടങ്ങും. വൺസ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പിറകോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. വളരെ വേഗത്തിലായിരിക്കും ആ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്, അപ്പോൾ ഏത് തരം വീഡിയോസാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതോ അത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താ കാറ്റഗറി എന്ന് വരുന്നത്. ചിലർക്കൊക്കെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ ആ കാറ്റഗറിയിലായിരിക്കും. പിന്നെ ഈ ട്രാവൽ വ്ളോഗ്സൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഗെയിമിങ്, ഓട്ടോമൊബൈൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം യൂട്യൂബിൽ ഒരു 15ഓളം കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കാറ്റഗറി നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുന്നുമുണ്ട്. അപ്പോൾ ഒരു കാറ്റഗറിയും ഇല്ലാതെ തന്നെ വീഡിയോസ് മുമ്പോട്ട് കൊണ്ടുപോകാം. ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബിൻ്റെ AI-ക്ക് നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് അയക്കണമെങ്കിൽ വീഡിയോ അനുസരിച്ചിട്ടുള്ള ആഡ്സൊക്കെ നമ്മളുടെ ചാനലിൽ വരണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു കാറ്റഗറി നമ്മളുടെ ചാനലിന് ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ചും റെക്കമെൻഡേഷൻസും ഒക്കെ കൂടും. നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടും കൃത്യമായിട്ടുള്ളൊരു കാറ്റഗറി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള കാറ്റഗറിയിലൊക്കെ ഒന്ന് നിങ്ങൾ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ കാറ്റഗറി ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെറ്റിങ്സ് ഓപ്ഷനിൽ പോയിട്ട് പിന്നെ അതിലൊരു ജനറൽ ചാനൽ അപ്ലോഡ് ഡീഫോൾട്ട്സ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ അപ്ലോഡ് ഡീഫോൾട്ട് എന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ബേസിക് ഇൻഫർമേഷൻ, അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ കാറ്റഗറി എന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ധാരാളം കാറ്റഗറീസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും നിങ്ങളുടെ കാറ്റഗറി എന്താണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഈ മിക്സഡ് ആയിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടവരാണെങ്കിൽ ഈ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്ന കാറ്റഗറിയിൽ ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ അത് ആ കാറ്റഗറി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഓഡിയൻസിന് പെട്ടെന്ന് നിങ്ങളുടെ ചാനലിൽ എത്തിച്ചേരണമെങ്കിലും യൂട്യൂബിന് പെട്ടെന്ന് നിങ്ങളുടെ ചാനലിനെ കുറിച്ചൊരു ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിലും അത് വളരെ മുഖ്യമായിട്ട് ചെയ്യാനുള്ളതാണ് ഈ കാറ്റഗറി സെലക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസിലൊക്കെ വരണമെങ്കിൽ ഇങ്ങനത്തെ ചാനൽ സെലക്ഷനൊക്കെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇട്ടാൽ മാത്രം പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചാനലിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ചെയ്യാനായിട്ട് മറക്കാതെ ഇരിക്കുക. സാധാരണ നമ്മളൊരു വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ യൂട്യൂബിന് അത് ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സെറ്റിങ്സാണ് യഥാർത്ഥ ഓഡിയൻസിനെ നമ്മുടെ വീഡിയോയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾക്ക് വന്നാലേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകുകയുള്ളൂ. യൂട്യൂബിനൊക്കെ റെക്കമെൻഡേഷൻസും ഇംപ്രഷൻസും ഒക്കെ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഇനിയും ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് മറക്കാതെ പോയി ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് ഞാനിപ്പോൾ ഇടയ്ക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ലെങ്കിലും എപ്പോൾ വീഡിയോ ഇടുമ്പോഴും ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ വന്ന് കാണുന്ന സ്ഥിരമായിട്ടുള്ള സഹോദരന്മാർ ഒരുപാട് പേരുണ്ടാവുക. അത് എനിക്ക് മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളൊന്നും മറന്നു പോകാതെ എപ്പോൾ ഞാൻ വീഡിയോ വിട്ടാലും വന്ന് കാണാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ എന്നും എനിക്ക് നന്ദി ഉണ്ടാകും. തുടർന്ന് ഇതുപോലുള്ള നല്ല ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.